morning, praise God. Praise God. Last week evening we had this quiz on Proverbs. കഴിഞ്ഞ ദിവസം നമുക്ക് സദൃശവാക്യത്തിൽ നിന്നുള്ള മത്സര പരീക്ഷ നടന്നു. So after making a lot of mistakes, we can say that the marks is not what's important. It's the application in our lives that's important. ആ പരീക്ഷയിൽ നമ്മൾ ഒരുപാട് തെറ്റുകളൊക്കെ വരുത്തിയെങ്കിലും അതിനുശേഷം നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, അതിന്റെ റിസൾട്ട് അല്ല പ്രാധാന്യമായിട്ടുള്ളത്, അതെങ്ങനെ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയിരിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. So I thought we'll wind up Proverbs and talk on two major sections that we see in Proverbs. How Proverbs is about wisdom versus folly, and second one, righteousness versus wickedness. ഈ സദൃശവാക്യത്തെ നേരത്തെ പഠിച്ച ഭാഗങ്ങളും ഇപ്പൊ നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് വന്ന് അതേക്കുറിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ ഒരു ജ്ഞാനവും പോഷത്വവും തമ്മിലുള്ള ആ ഒരു താരതമ്യം പഠിച്ചു. Today we'll look at an important application in the book of Proverbs, and it's the application with regards to how we speak, our speech. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സദൃശവാക്യത്തിൽ നിന്നും നമ്മളുടെ സംസാരം നാം എങ്ങനെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. Recently dear sister had come and she was talking about how she's struggling because of the words of her mother-in-law. അടുത്തിടയിൽ ഒരു സഹോദരി വന്ന് അവളുടെ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് പറയുകയുണ്ടായി, പ്രത്യേകിച്ചും അവളുടെ അമ്മായിയമ്മയുടെ വാക്കുകൾ മുഖാന്തരം ഉളവാകുന്ന ആ വിഷയത്തെ കുറിച്ച്. So the mother-in-law is a nominal Christian. She's not someone who's walking with the Lord, but her words, every day hearing those words, hurtful words, and she was saying how she's really struggling because of that. ഈ സഹോദരിയുടെ അമ്മായിമ്മ ഒരു നാമമാത്രമായ ക്രിസ്ത്യാനിയാണ്. ഓരോ ദിവസവും ആ അമ്മായിമ്മയിൽ നിന്ന് വരുന്ന മുറിവേൽക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കേട്ട് തന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രയാസത്തെ കുറിച്ച് പറയുകയുണ്ടായി. And like that, there are many relationships, our own relationships, which can be affected, which can be spoiled because of the words that we speak in that relationship. അനേക നമ്മളുടെ ബന്ധങ്ങളും അതുപോലെയാണ്. പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതും പ്രശ്നത്തിലാകുന്നതും നമ്മളുടെ ഇങ്ങനെയുള്ള സംസാരം മുഖാന്തരമാണ്. And for a believer, his words, his speech is a very important aspect of that person's life. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ വാക്കുകളും സംസാരവും തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. James 1:26 says, if anyone thinks he's religious but he does not control or bridle his tongue, his religion is worthless. യാക്കോബ് 1-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തില് പറയുന്നത്, ആരെങ്കിലും തന്റെ നാവിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ ആ വ്യക്തിയെ കൊണ്ട് എത്തിക്കുമെന്ന്. So he's saying that you can proclaim a lot of things, you can go to a lot of places, but if in your daily life, if your tongue is saying something else, if your tongue is doing something else, then it is showing something else. That is what is actually demonstrating your faith life. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലും പോവുകയും പറയുകയും പ്രസംഗിക്കുകയും ഭക്തിപരമായ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുവാൻ കഴിയും. എന്നാൽ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ സംസാരവും നമ്മുടെ വാക്കുകളും എല്ലാം വേറെ ആണെങ്കിൽ അത് വ്യർത്ഥമായിട്ട് തീരും. Because my words reflect what is on my heart. കാരണം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലുള്ളതിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. Again in James we read James chapter 3
verse 2 to 10. In that it says, the tongue is a fire, and it says with that we bless our Lord and then we curse people, and this should not be happening. വീണ്ടും യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പറയുന്ന നമ്മുടെ നാവ് കൊണ്ട് നമ്മള് ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവ് കൊണ്ട് തന്നെ നമ്മള് മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യുന്നു. Our own Lord, Lord Jesus said that it's out of the abundance of the heart the mouth speaks. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് വായ പ്രഖ്യാപിക്കുന്നുവെന്ന്. By your words you will be justified, and by your words you will be condemned. നമ്മുടെ തന്നെ വാക്കുകൾ കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുകയും അതേ വാക്കുകൾ കൊണ്ട് നാം ന്യായം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന്. So when Christ brings about a change in our heart, then our speech, our words should also change. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം കൊണ്ടുവരുമ്പോൾ ആ രൂപാന്തരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ സംസാരത്തിലും നമ്മുടെ വാക്കുകളിലും പ്രകടമാകുന്നു. If our words are not in line with the word of God, then that means there is something more that needs to change in our heart. നമ്മുടെ വാക്കുകൾ ദൈവവചനപ്രകാരം ഒത്തുപോകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ തന്നെ വരുത്തേണ്ടിയിരിക്കുന്നു. In Acts chapter 4 verse 13 it says that the people were astonished when they saw Peter and John, and they were saying, how are these people speaking like this? What is this boldness, what is this wisdom that they have? Because they saw that they were unschooled children. They were people who were fishermen who never went to school. അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാനും യാക്കോബും ഒക്കെ അവരെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോൾ കേൾവിക്കാര് പറഞ്ഞു, ഇവർക്ക് എവിടെ നിന്നാണ് ജ്ഞാനവും അറിവും ലഭിച്ചത്? ഇവർക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണല്ലോ എന്ന്. And it says that Acts 4:13 that they took notice that these men had been with Jesus. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തില് അവര് ഈ കാര്യം ശ്രദ്ധിച്ചു. പത്രോസ് യോഹന്നാനും ഒക്കെ ഈ ധൈര്യം കാണിക്കുവാൻ കാരണം ഇവര് യേശുവിനോട് കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. When we fellowship with Jesus, when we spend time with Jesus, the words, our speech, everything will change. നമ്മള് യേശുവുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ, അവനുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളും സംസാരങ്ങളും എല്ലാം മാറും. That's what it says in Proverbs 18 verse 21. It says life and death. അത് തന്നെയാണ് സദൃശവാക്യം 18-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ പറയുന്ന, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. So every day we have that opportunity with our words, life and death with the words that we choose to say. ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ ഈ ഒരു അവസരമുണ്ട്, ജീവനും മരണവും തമ്മിൽ തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു അവസരം. Proverbs 10 verse 11 says the mouth of the righteous is a fountain of life. സദൃശവാക്യം 10-ാം അധ്യായം Proverbs 10 verse 11. സദൃശവാക്യം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നു, നീതിമാന്റെ വായ ജീവന്റെ ഉറവയാകുന്നു എന്ന്. Whereas it says that in Proverbs 7 verse 9 it says with his mouth the ungodly man destroys his neighbor. സദൃശവാക്യം 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നു, വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നുവെന്ന്. Some people are so scared to go near them because that person opens his mouth only, something will come out which will put you down further. ഈ വ്യക്തിയുടെ അടുത്ത് പലരും പോകുവാൻ തന്നെ അധൈര്യപ്പെടുന്നു. കാരണം ആ വ്യക്തി വായ് തുറക്കുമ്പോൾ തന്നെ അയാളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനും നശിപ്പിക്കുവാനും തുടങ്ങുന്നു. When I studied as a medical student also, there were some teachers were there. They come this direction, we run in the opposite direction, because you hear what is in their mouth, you will be discouraged for the next few months. ഞാനൊരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ചില അധ്യാപകര് വരുമ്പോൾ
അവ നേരെ വിപരീത ദിശയിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കാരണം അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രവിച്ചു കഴിയുമ്പോൾ അടുത്ത 2-3 മാസത്തേക്ക് അത് നമ്മളെ നിരാശയിലേക്ക് നടത്തുമായിരുന്നു. But as believers, we should have our words should be like fountain of life, and it should, because we are the salt and light of the world. So people should be attracted to come to hear those words, gracious words to us. നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ വായ ജീവന്റെ ഉറവയുടെ വാക്കുകളാൽ കൊണ്ട് നിറഞ്ഞിരിക്കണം. അത് മറ്റുള്ളവര് കേൾക്കുമ്പോൾ അത് ശ്രവിക്കുവാൻ വേണ്ടി തന്നെ അവര് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. So I'll just talk for some time on what should a believer speak. The second one is how we should speak, and the third one what we should not speak. അതിനാൽ കുറച്ച് സമയം ഞാൻ ചെലവഴിക്കുകയാണ് വിശ്വാസികൾ എന്ന നിലയിൽ നാം എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്നതിനെ കുറിച്ച്. First of all, what we should speak, what should be the content of our speech? ഒന്നാമതായിട്ട് നാം എന്ത് സംസാരിക്കണം, നമ്മുടെ സംസാരത്തിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കണം. First of all, in our speech there should be a wisdom that is there in our speech. ഒന്നാമതായിട്ട് നമ്മുടെ സംസാരത്തിൽ ഒരു ജ്ഞാനം ഉൾക്കൊണ്ടിരിക്കണം. If you turn to Acts chapter 6 verse 10, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് തിരിയുകയാണെങ്കിൽ, so when people came to argue with Stephen, it says that they could not stand up to his wisdom or the spirit by which he spoke. ജനം സ്തെഫാനോസിനോട് തർക്കിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ അവർക്ക് അവന് നേരെ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും അവർക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. You see, today the world is following one set of pattern, and they're going from foolishness to more foolishness. ഇന്ന് ലോകം ഒരു പ്രത്യേക മാതൃക രീതി അനുസരിച്ച് ആണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അവര് ഈ ലോകം ഒരു വിഡിത്തത്തിൽ നിന്ന് വേറൊരു പോഷത്വത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. It's like in Isaiah chapter 5, it says, "Woe unto those who call evil good and good evil." So that's what we see today. Today, what is evil is called good. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൽ നാം ശ്രവിക്കുന്നത് പോലെ ആണ് ഇന്ന് അവര് നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്ന ഒരു കാലഘട്ടമാണ്. Recently I was seeing a debate. This person, some of you would have heard Charlie Kirk, this person who was killed in the US for vocally speaking the truth. കുറച്ച് ദിവസം മുമ്പ് ഞാനും ഒരു ചർച്ച കേൾക്കുകയായിരുന്നു. അവിടെ അടുത്ത ഇടയിൽ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ചാർലി കിർക്കിനെ കുറിച്ചുള്ള ഒരു വാദപ്രതിവാദമായിരുന്നു. So he was having this debate with the college student, and this girl was saying, she was like pro-abortion. She was very pro-abortion, and so she is saying the fetus is a parasite. The fetus in the mother's womb, that is a parasite, because it's feeding off the mother, so fetus is a parasite. ഇത് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നടന്ന ഒരു വാദപ്രതിവാദമാണ്. അവിടെ ഒരു പെൺകുട്ടി ഇപ്രകാരം എഴുന്നേറ്റ് നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ആ ഒരു ജീവന്റെ അവളുടെ കാഴ്ചപ്പാട് പ്രകാരം അതൊരു പരഭോജിയായിരുന്നു. കാരണം അവൾ അമ്മയിൽ നിന്ന് അവിടെ ഉത്ഭവിച്ചിരിക്കുന്ന ആ ജീവൻ അമ്മയിൽ നിന്നാണ് എല്ലാം പരഭോജിയായിട്ട് ശേഖരിക്കുന്നത്. So for them, in their wisdom, like doing an abortion is just like doing deworming or something. അവരുടെ ജ്ഞാനത്തില് അവരുടെ കാഴ്ചപ്പാടില് ഒരു ഗർഭഛിദ്രം നടത്തുക എന്ന് പറയുന്നത് നമ്മള് ഈ വിരയ്ക്ക് ഗുളിക കഴിക്കുന്നത് പോലെ ആണ്. That's where child of God, believers, called to bring the wisdom of God into the world. അവിടെയാണ് ഒരു ദൈവ പൈതല് വിശ്വാസി ദൈവത്തിന്റെ ജ്ഞാനത്തെ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നത്. Proverbs 16, verse 23 and 24, that those verses say that the wise speech brings
persuasiveness and healing. സദൃശ്യവാക്യം 16-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നതാണ്: ജ്ഞാനിയുടെ ഹൃദയം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു, അവൻ്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. And pleasant words are as honeycomb, sweet to the soul and healing to the bones. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. And that brings us to the next thing, is that our words, believers' words, should bring encouragement. ഈ ഒരു കാര്യം അടുത്ത വസ്തുതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. വിശ്വാസിയുടെ വാക്കുകൾ അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. Isaiah chapter 50 verse 4. Probably some of us would have turned to this verse in our cell group study. അടുത്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം Isaiah 50 verse 4. 4-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. ഇത് നമ്മൾ നമ്മുടെ സെൽ ഗ്രൂപ്പുകളിൽ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. The Lord God has given me the tongue of discipleship to sustain the weary with a word. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. To sustain the weary with a word, to be able to encourage. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്. Again in Proverbs, coming back to Proverbs 12 verse 25, it says, anxiety in a man's heart weighs it down, but a good word makes it glad. വീണ്ടും നമുക്ക് സദൃശവാക്യത്തിലേക്ക് മടങ്ങി വരാം. 12 verse 25. 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് തിരിയാം. Proverbs 12 verse 25. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. So we should be those who are called to be encouragers. Just like Isaiah 50 verse 4 is a prophetic portion which is talking about Jesus Christ. And that as being followers of Christ, we should be also ones who bring sustain the weary with the word. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തില് പ്രാവചനികമായിട്ടുള്ള ആ വാക്യം പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ നാം ഓരോരുത്തരും നമ്മുടെ വാക്കുകളാൽ തളർന്നിരിക്കുന്നവരെ ഉണർത്തുന്നവരും താങ്ങുന്നവരും ആയിത്തീരേണ്ടിയിരിക്കുന്നു. The third thing is, a child of God, believers should be able to build up others and edify others. That includes correction. മൂന്നാമത്തെ കാര്യം, വിശ്വാസികൾ എന്ന നിലയിൽ നാം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുകയും അവരെ പണിയുന്നവരായിരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. And there are many verses in the New Testament. In 1 Thessalonians 5 verse 11 says, encourage one another and build one another up. അനേക വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തില് ഇപ്രകാരം പറയുന്നു: നമ്മുടെ വാക്കുകളാൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും പണിയുകയും ചെയ്യണമെന്ന്. that is the main basis as to why we gather together here, why we are gathering in cell groups. To come together, it's to learn God's word together, to encourage each other. അതാണ് ഇതിന്റെ നമ്മുടെ സെൽ ഗ്രൂപ്പുകളിലും നമ്മളിവിടെ ഒന്നിച്ചു വരുന്നതിൻ്റെ എല്ലാം പ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. ഒന്നിച്ചു വന്ന് അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും ദൈവവചനത്താൽ പണിയപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. And then the next is, as part of sharing God's word is sharing the gospel. The believer is called to share the gospel in word. അടുത്ത കാര്യം, വിശ്വാസികൾ എന്ന നിലയിൽ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ആ പങ്കുവയ്ക്കലിൽ ദൈവജനം പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും ഉള്ള ആ ഒരു കാര്യമാണ്. In Proverbs we read, the lips of the righteous feed many. സദൃശവാക്യത്തിൽ നാം വായിക്കും, നീതിമാന്റെ അധരം അനേകരെ പോഷിപ്പിക്കുന്നുവെന്ന്. And then lastly, not lastly, there are many things, but just like to talk about how believers words should be filled with thanksgiving. അവസാനമായിട്ട് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ നാവ്
നന്ദിയാൽ കൃതജ്ഞതയാൽ നിറഞ്ഞിരിക്കേണ്ടതെന്ന്. In Ephesians 4 verse 4 it says that there's a list of so many things we should not do. Let there be no filthiness, foolish talk, crude joking which is out of place, but instead let there be thanksgiving. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നത്, നമ്മുടെ വായിൽ നിന്ന് അശുദ്ധമായിട്ടും ഉള്ള ഒരു കാര്യവും പുറപ്പെടരുത്, മോശമായിട്ടുള്ള കളിവാക്കുകൾ ഒന്നും പറയാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഉച്ചരിക്കുകയും നന്ദി നിറഞ്ഞ ഹൃദയവുമായിരിക്കണമെന്ന്. So we should speak what should a believer speak? We should speak wisdom that God gives us, encouragement. We should build up others. We should speak the gospel, and our speech should show thanksgiving to God. അതിനാൽ ഒരു വിശ്വാസി എന്ത് സംസാരിക്കണം? ജ്ഞാനം സംസാരിക്കണം, പ്രോത്സാഹിപ്പിക്കണം, പണിയണം, സുവിശേഷം പങ്കുവയ്ക്കണം. And how should we speak? എങ്ങനെ നാം സംസാരിക്കണം? Very often we have the best of intentions, but sometimes the way that which we speak might not be the right way. പലപ്പോഴും നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷേ നമ്മുടെ ആ സംസാര രീതി അത് ശരിയായിരിക്കണമെന്നില്ല. Our speech should be seasoned with grace. നമ്മളുടെ സംസാരം കൃപയാൽ നിറഞ്ഞതായിരിക്കണം. When Jesus spoke, Luke chapter 4 verse 22, they all marveled at his gracious words that he was speaking. യേശു ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ സംസാരിക്കുമ്പോൾ അത് കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി യേശുവിന്റെ സംസാര പാടവത്തില്. And Colossians 4 verse 6 says, let your speech always be gracious, seasoned with salt, so that you may know how you ought to answer each person. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തില് 6-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. Sometimes we'll be speaking the truth, but sometimes we can be very harsh. We might you might win the debate, crush that person and win that debate, but you might lose that person. ചില അവസരത്തിൽ നമ്മൾ സത്യം ആയിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ നമ്മളുടെ ആ കഠിനമായിട്ടുള്ള സംസാര രീതി കൊണ്ട് വാദപ്രതിവാദം നമ്മൾ ജയിക്കുമായിരിക്കും, പക്ഷേ ആ വാദപ്രതിവാദ ജയത്തിനിടയിൽ ആ വ്യക്തിയെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാം. See, our aim is not that we have to win our debate. See, I'm right, I won the debate, but it's to win that person over to Christ. നമ്മുടെ ഉദ്ദേശം ഈ വാദപ്രതിവാദം ജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ വാദപ്രതിവാദത്തിലൂടെ ആ വ്യക്തിയെ നേടുക എന്നുള്ളതാണ്. Second thing, we should speak with measured words. രണ്ടാമതായിട്ട് നമ്മൾ അളന്നു തൂക്കിയ വാക്കുകളാൽ സംസാരിക്കണം. When we speak with wisdom, Proverbs 25 verse 11 says, words fitly spoken is like gold apples in the setting of silver. സദൃശവാക്യം 25-ാം അധ്യായം അതിന്റെ 25-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോഴും തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെ ആകുന്നുവെന്ന്. I've never seen that, but on imagination it looks very nice. ഞാൻ അത് കണ്ടിട്ടില്ല, പക്ഷെ ഭാവനയില് അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. But that's how words of wisdom are. Rather than blurting out so many things, but it's just that few things which God gives you, which is fitting for that situation. അത് ജ്ഞാനമാണ്. കാരണം ഒരുപാട് വാക്കുകൾ ചുമ്മാ സംസാരിക്കുന്നതിലും ഉപരിയായിട്ട് ദൈവം തന്നിരിക്കുന്ന ആ കുറഞ്ഞ വാക്കുകൾ വളരെ ജ്ഞാനത്തോടുകൂടി നൽകുന്നതായിരിക്കും ഏറ്റവും യോഗ്യമായിട്ടുള്ളത്. Because it says that where words are many, Proverbs 10 verse 19, where words are many, sin is not far off. സദൃശവാക്യം 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്,
അനേക വാക്കുകൾ പലപ്പോഴും പാപത്തിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കില്ല എന്ന്. And this is especially true when we are talking to people who are hostile to you, especially to foolish people. Be very careful. ഇത് പ്രത്യേകിച്ചും ഭോഷന്മാരോട് നാം സംസാരിക്കുമ്പോൾ ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. And in regards to that, Proverbs 26 verse 4 and 5, you can read that. ഈ കാര്യത്തെക്കുറിച്ച് സദൃശവാക്യം 26-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നീയും മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക. So what does this mean? First one is that do not answer a fool according to his folly, or you yourself will be like him. Then second one looks, answer a fool according to his folly, lest he become wise in his own eyes. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, മൂഢനെ പോലെ ആകാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വം പോലെ അവനോട് ഉത്തരം പറയരുത്. രണ്ടാമതായിട്ട്, മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറയുക. So what should we do? Should we not answer a fool, or should we answer a fool? First one said do not answer a fool, second one saying answer a fool. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മൂഢനോട് ഉത്തരം പറയണോ, ഉത്തരം പറയരുതെന്ന് ഒന്നാമത്തെ വാക്യം പറയുന്നു. രണ്ടാമതായിട്ട് പറയുന്നു, മൂഢനോട് അവന്റെ ഭോഷത്വത്തിനൊത്ത് വിധം ഉത്തരം പറയണമെന്ന്. So this is where God gives us the wisdom to when to answer, when not to answer. ഇവിടെ ആണ് ദൈവം നമുക്ക് ജ്ഞാനം തരുന്നത്, എപ്പോഴ് ഉത്തരം പറയണം, എപ്പോഴ് പറയാതിരിക്കണം. So do not answer a fool according to his folly. മൂഢന് അവന്റെ ഭോഷത്വത്തിനനുസരിച്ച് ഉത്തരം പറയരുത്. See, sometimes we see how children fight, no? One will say, you look like a dog. Then the other one will say, you look like a cat. Then you say, oh, you look like monkey, and you look like camel. So that is answering a fool according to his folly, where you start looking foolish like that. ചില അവസരത്തില് കുഞ്ഞുങ്ങള് ഇങ്ങനെ വഴക്കിടുന്ന നിങ്ങളുണ്ടായിരിക്കും. നീ ഒരു നായയെ പോലെയാണ്, നീ ഒരു പൂച്ചയെ പോലെയാണ്. അവിടെ നമ്മൾ ഉത്തരം അവരോട് പറയുകയാണ്, നീ ഒരു കഴുതയെ പോലെയും നീ ഒരു കുരങ്ങിനെ പോലെയാണ് എന്ന്. അത് മൂഢന് തക്കതായിട്ടുള്ള ഒരു ഉത്തരം മൂഢനെ പോലെ നമ്മൾ പറയുന്നതാണ്. So there that fool has drawn you into his folly. അവിടെ ആ മൂഢൻ തന്റെ ഭോഷത്വത്തിലേക്ക് നമ്മളെ വലിച്ച് ഇട്ടിരിക്കുകയാണ്. And then later you are regretting, oh, why did I talk to that person in this way? I should not have done. പിന്നീട് നമുക്ക് കുറ്റബോധം ഉണ്ടായിട്ട് നാം ഇങ്ങനെ ചിന്തിക്കുമോ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഭോഷനോട് ആ അവസരത്തില് അവന്റെ ആ ഭോഷത്വത്തില് സംസാരിച്ചതെന്ന്. Second one, answer a fool according to his folly. രണ്ടാമതായിട്ട് മൂഢന് ഭോഷന് അവന്റെ ഭോഷത്വത്തിന് അനുസരിച്ച് അവനോട് സംസാരിക്കുക. Like this girl comes and says the fetus is a parasite, then you have to answer that person. If you say then it says there that lest he become wise in his own eyes. There if you don't answer, you're like making that person wise. See, this person has no answer to say. That means I'm correct. ഞാൻ മുൻപേ പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ആ ജീവന് ഒരു പരഭോജിയാണെന്ന് പറയുമ്പോൾ അവിടെ നാം അവർക്കൊരു മറുപടി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, തക്കതായിട്ട് ഉത്തരം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവളെ അവിടെ ജ്ഞാനിയാക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ് എന്ന അർത്ഥത്തില്. So we have to answer with measured words. അതിനാൽ നാം അളന്നു തൂക്കിയ വാക്കുകളാൽ സംസാരിക്കണം. Then we have to answer with, our words should be spoken with boldness. അതിനുശേഷം നമ്മളുടെ ഉത്തരം ധൈര്യത്തോടുകൂടെ ആയിരിക്കണം. We read about the disciples. In the Acts we read that they spoke the gospel with boldness. They were bold. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം ശിഷ്യന്മാരുടെ പ്രഘോഷണങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ അവര് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ സംസാരിച്ചു. Sometimes we speak as we are trying to speak some illegal thing or something. We have to speak, because we are speaking the truth, we have to speak with boldness. ചില അവസരത്തിൽ നാം
നിയമപ്രകാരമല്ലാത്ത നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ ഭയത്തോടുകൂടി സംസാരിക്കാറുണ്ട്. നമ്മൾ ധൈര്യത്തോടുകൂടെ സംസാരിക്കണം. Proverbs 28 verse 1 says, the righteous are bold like a lion. സദൃശവാക്യം 28-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നത് നീതിമാന്മാര് ബാലസിംഹങ്ങളെ പോലെ നിർഭയം ആയിരിക്കുമെന്ന്. And then lastly we have to speak with truth and love. അവസാനമായിട്ട് നമ്മള് ധൈര്യത്തോടും സത്യത്തോടും കൂടെ സംസാരിക്കണം. Again, Ephesians 4 verse 15, speak the truth with love. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത് സ്നേഹത്തോടുകൂടെ സത്യം സംസാരിക്കുക. So then finally, what should not be the content of our speech? അവസാനമായിട്ട് എന്തായിരിക്കണം നമ്മുടെ സംസാരത്തിന്റെ എന്തൊക്കെ ആയിരിക്കരുത് നമ്മുടെ സംസാരം ഉൾക്കൊണ്ടിരിക്കുന്നത്? A lot of verses in Proverbs are dedicated to gossiping. We should not be as ones who gossip. സദൃശവാക്യത്തിലെ അനേക വാക്യങ്ങൾ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏക്ഷണി പറയുന്നതിനെ കുറിച്ച്. Proverbs 26 verse 20 to 22. സദൃശവാക്യം 26-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. Without wood a fire goes out, without gossip a conflict ceases. Like charcoal for embers and wood for fire, so is a quarrelsome man for kindling strife. The words of a gossip are like choice morsels that go down into the inmost being. വിറകില്ലാതിരുന്നതിനാൽ തീ കെട്ടുപോകും, നുണയനില്ലാതിരുന്നതിനാൽ വഴക്കും ഇല്ലാതെയാകും. കരി കനലിനും വിറക് തീയ്ക്കും എന്നപോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദുഭോജനം പോലെ, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. Yeah, 22 says words of gossip are like choice morsel. Choice morsel means something really tasty. And so when somebody starts telling the gospel only, you know what happened, and then you'll get out your fork and knife. Yeah, tell me. It sounds very tasty to get in. 22-ാം വാക്യം പറയുന്നത് ഏഷണി സ്വാദ് ഭോജനം പോലെയാണെന്ന്. ചിലര് സുവിശേഷം പറയുമ്പോൾ നമ്മളൊരു സ്പൂണും ഫോർക്കും എടുത്തിട്ട് പറഞ്ഞു, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്വാദ് ഭോജനം പോലെ പങ്കുവയ്ക്കുമ്പോഴും. So it will be very careful because this is something which we can easily be drawn into. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. കാരണം വളരെ എളുപ്പത്തിൽ നമ്മളെ അതിലേക്ക് ആകർഷ്ടരാക്കാൻ സാധ്യതയുണ്ട്. Again, we should be in line with that. We should avoid divisive speech and arguments. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ വളരെ തന്ത്രപരമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. Titus 3 verse 2, speak evil of no one, avoid quarreling, be gentle. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം പറയുന്നത് നമ്മൾ Titus 3 verse 2. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത്, ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. And the third thing we should avoid is lying. Put away falsehood. Let each one speak the truth with his neighbor. Ephesians 4 verse 25. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മൾ എല്ലാവിധ നുണകളും നിന്നും അകന്നിരിക്കുക, കള്ളം പറയുന്ന ആ കാര്യങ്ങളിൽ നിന്ന് അകന്നിരുന്ന് എപ്പോഴും സത്യം സംസാരിക്കുന്നവരായിരിക്കുക. Yeah, there's nothing like small lie, medium lie, big lie, black lie, white lie, great lie. We have different terms for the lies that we. ഇങ്ങനെ ഒരു കാര്യമില്ല. ചെറിയ കള്ളം, വലിയ കള്ളം, മധ്യത്തിലുള്ള ഒരു ചെറിയ കള്ളം പറയുക, അങ്ങനെ ഒരു കള്ളമില്ല. കള്ളം എപ്പോഴും കള്ളം തന്നെയാണ്. Proverbs 4 verse 24 says, put away crooked speech. സദൃശവാക്യം 4-ാം അധ്യായത്തിൽ പറയുന്നത് ഈ വക്രബുദ്ധിയോടുകൂടിയുള്ള സംസാരം മാറ്റിവെക്കുവാനും. Sometimes we hear people, they're not blatantly telling lies, but their speech is crooked. Their speech is meant to
throw you in the opposite direction. ചില അവസരത്തിൽ നമ്മൾ ആളുകൾ വളരെ സ്പഷ്ടമായിട്ട് കള്ളം പറയുകയല്ല, പക്ഷെ അവരുടെ ആ സംസാരത്തിൽ വക്രതയും വളഞ്ഞ വഴികളും ഉള്ളതിനാൽ അത് നമ്മെ നേരെ വിപരീത ദിശയിലേക്ക് കേൾവിക്കാരനെ കൊണ്ടുപോകും. Yeah, and then lastly, don't let there be. We should avoid crude joking and filthy talk. അവസാനമായിട്ട് നമുക്ക് ഈ ആഭാസകരമായിട്ടുള്ള തമാശകളും ക്രൂരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, സംസാര രീതികളും ഉപേക്ഷിക്കണം. Especially true, when you're in the world, when in your schools, colleges, work environment, that this possibility when you're with unbelievers, that this sort of talk will come in. പ്രത്യേകിച്ചും നമ്മുടെ ജോലി സ്ഥലത്തും മറ്റ് ലോകത്തിലും ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംസാര രീതികൾ കടന്നു വരുവാൻ സാധ്യത കൂടുതലാണ്. And now with social media you can have groups like that. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ വളരെ സാധാരണമാണ്. It's very easy. I mean, I remember there was our college group made a medical group. They made a group. Then slowly they started putting all these sorts of messages. They quickly, leave the group. ഞാനിത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ കോളേജിലുള്ള ആ കൂട്ടുകാരുടെ ഗ്രൂപ്പ് സ്ഥാപിച്ചപ്പോൾ പിന്നീട് അത് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ അവിടെ കടന്നു വരുവാൻ തുടങ്ങി. ആ അവസരത്തിൽ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിനെ നാം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. There can be no room for filthiness or rude talking or joking for a child of God. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആഭാസകരമായിട്ടുള്ള സംസാരവും മോശമായിട്ടുള്ള ആ സംസാര ഗ്രൂപ്പുകളിൽ പോകുന്നതും ഉചിതമായിട്ടുള്ള കാര്യമല്ല. So I'll just summarize, our tongue reflects our faith. ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാവ് നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. So what are the words, what is the speech that is coming out of our mouths today? ഇന്ന് നമ്മുടെ വായിൽ നിന്ന് ഏത് തരത്തിലുള്ള ഒരു സംസാര രീതിയാണ് പുറപ്പെട്ടു വരുന്നത്? How do we speak at home? How do we speak at work, at our workplace? How do we chat? It might be totally different from how we speak in church or just after church. നാം എങ്ങനെയാണ് നമ്മുടെ വീട്ടില്, നമ്മുടെ ജോലി സ്ഥലത്ത് ഒക്കെ നമ്മൾ സംസാരിക്കുകയും നമ്മുടെ വാക്കുകളും നമ്മൾ എങ്ങനെയാണ് ഉരുവിടുന്നത്, അത് സഭയിൽ നമ്മൾ കൂടി വരുന്നതിൽ നിന്നും നേരെ വിപരീതമായിട്ടുള്ളതായിരിക്കാം. But as James says, if we are not able to bridle our tongue, then our religion is worthless. യാക്കോബ് പറയും പോലെ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമത്രേ എന്ന്. So we need to assess, are we speaking the words that a believer is expected to speak? Are we speaking it with the right attitude, or is there things that we are speaking that is displeasing to God? അതിനാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ സംസാരത്തെ നാം അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളുടെ സംസാരവും നമ്മുടെ വാക്കുകളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ അതോ ദൈവത്തെ ലജ്ജിപ്പിക്കുന്നതാണോ? And if our words that are coming out are not the right words or displeasing words, that means the issue is where? The issue is at the heart level, because out of the abundance of the heart the mouth speaks. So the correction needs to happen at the heart level. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ, അതാണ് ഇവിടുത്തെ വിഷയം. അത് നല്ല ഉപ്പിനാൽ രുചി കൂട്ടിയ വാക്കുകളാണോ അതോ പ്രസാദിപ്പിക്കപ്പെടാത്ത വാക്കുകളാണോ എങ്കിൽ അവിടെ നാം പരിശോധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. കാരണം കർത്താവ് പറയുന്നത് ഹൃദയത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരുന്നു. I'll close with this verse, 2 verses, Matthew 12:36-37. ഈ രണ്ട് വാക്യങ്ങളാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36
37 വാക്യങ്ങൾ. I tell you, on the day of judgment, people will give account for every careless word they speak. For by your words you will be justified, and by your words you will be condemned. 36 മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. May the Lord enable us to be His children who speak words that are always seasoned with grace. കർത്താവ് അവൻ്റെ മക്കളെന്ന നിലയിൽ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എപ്പോഴും ഏത് കാലത്തും ഉപ്പിനാല് രുചി കൂട്ടിയതും കൃപ നിറഞ്ഞതും ആയിരിക്കുവാൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളുടെ അടുത്തേക്ക് നയിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഏതെല്ലാം രീതിയിലാണ് ഞങ്ങളുടെ സംസാരം ക്രമീകരിക്കപ്പെടേണ്ടതെന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു. ജ്ഞാനത്തോടുകൂടിയുള്ള ആ സംസാരം എങ്ങനെ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, ഞങ്ങളുടെ വാക്കുകളിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവെ, ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതും വക്രതയും ഏഷണിയും നിറഞ്ഞ വാക്കുകളാകാതെ അത് മറ്റുള്ളവരെ പണിയുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ ആ വചനം ആയിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതിനാൽ എപ്പോഴും ഞങ്ങളുടെ സംസാരവും വാക്കുകളും ഉപ്പിനാൽ രുചി കൂട്ടിയതാക്കി ആയിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ചിന്തകളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. അങ്ങനെയല്ലാത്ത കൂട്ടങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ധൈര്യം തരണമേ. കർത്താവെ, അതുവഴി അവിടുത്തെ സുവിശേഷം പങ്കുവയ്ക്കുവാനും അത് പ്രഘോഷിക്കുവാനും ധൈര്യത്തോടുകൂടെ പ്രഘോഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് കേട്ട ഈ വചനവുമായിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ആ കൃപയും അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം പങ്കുവെച്ച സഹോദരനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർന്നും അവിടുത്തെ ദൈവിക ജ്ഞാനത്താൽ അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. നിന്റെ മാറ്റമില്ലാത്ത ഈ വചനങ്ങൾ അനേകരോട് പ്രഖ്യാപിക്കുവാനും ഇന്ന് കടന്നു വന്ന ഓരോരുത്തരുടെയും വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം അവിടുന്ന് മറുപടി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തോടുകൂടെ ഞങ്ങളെ മടക്കി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവെ, ഞങ്ങളെല്ലാവരെയും അവിടുത്തെ പാദപീഠത്തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവേ, അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹോദരം ഉൾക്കേറ്റ വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടാകും. ആമേൻ.